ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും തന്നെ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. തീർച്ചയായും അച്ഛൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ലോകത്തിലേക്ക് മുഴുവന് പ്രകാശിപ്പിക്കുന്ന നിത്യപ്രകാശം ഈ ഭൂമിയിൽ വന്നുദിക്കുന്ന വലിയൊരു സത്യമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതല്ലേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ പറഞ്ഞു വച്ച വലിയൊരു സത്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു, ഇരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിലും ഈ വചനത്തിൻ്റെ വലിയ ഒരു ആവർത്തനമാണ് നമ്മൾ കാണുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഇന്ന് ചിലർക്കൊക്കെ ഒരു ആഘോഷമാണ്, നശ്വരമായ ഒരു ആഘോഷം. ക്രിസ്മസ് ട്രീകൾ ഉയർത്തി, ബൾബുകളെല്ലാം തെളിഞ്ഞു, ക്രിസ്മസ് നക്ഷത്രങ്ങൾ നമ്മുടെ വീടുകളിൽ സ്ഥാപനങ്ങളിലൊക്കെ ഇട്ടു, പുൽക്കൂടുകൾ മനോഹരമായത് മത്സരാബുദ്ധിയിൽ ഉണ്ടാക്കി, വലിയ ലൈറ്റുകളെല്ലാം പലയിടത്തും വ്യത്യസ്തമായ രീതിയിലിട്ടു. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ഒരുക്കങ്ങളൊക്കെ നടന്നു. ആന്തരികമായ ക്രിസ്മസിൻ്റെ ഒരു ഒരുക്കം പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിൽ വളരെ സത്യമായ ഒരു കാര്യം, ഈ ക്രിസ്മസ് വളരെ വ്യത്യസ്തമായ വിധത്തിൽ ആഘോഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഈ പ്രകാശം പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉദിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഈ പ്രകാശം ഒന്ന് ഉദിക്കണം. നമ്മുടെ സന്യാസ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും നമ്മളുടെ ശുശ്രൂഷ മേഖലകളിലും ശുശ്രൂഷ ജീവിതത്തിലും ഈ പ്രകാശമായ സത്യം സംഭവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം, ഇന്ന് നമ്മളെയും ലോകത്തെ ഒരു പരിധിവരെ അന്ധകാരം സ്വാധീനിക്കുന്നുണ്ട്, അന്ധകാരം നമ്മളെ ഭരിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ വെച്ച് തീർന്നു പോകുന്ന നശ്വരമായ ഒരാഘോഷമായി, ഭൗതികമായ ഒരു ചടങ്ങായി ക്രിസ്മസിനെ കാണുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, വലിയൊരു സത്യം കർത്താവ് നമ്മളോട് പറഞ്ഞു വെച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ ഈശോ അടിവരയിട്ട് സ്ഥാപിച്ചു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, ജീവന്റെ പ്രകാശം അവനുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ അടിമത്തത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണോ നിൻ്റെ, ഒരു ജീവിതമാണോ നിൻ്റേത്? നമ്മൾ പ്രാർത്ഥിക്കണം. ഭൗതികതയുടെ ഈ ലോകത്തിൻ്റെ ഒരാധിപത്യത്തിൽ ജീവിക്കുന്ന, അതിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിത്യപ്രകാശമായ യേശുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവാൻ ഈ ക്രിസ്മസ് നിന്നെ ക്ഷണിക്കുക. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ശുശ്രൂഷകളിൽ, നിന്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അന്ധകാരം ഇന്ന് സ്വാധീനം ചെലുത്തി അടിമത്തം പുലർത്തുന്നുണ്ടെങ്കിൽ ഈ പ്രകാശമായ ഈ ക്രിസ്മസ്, പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തെ മാറ്റി, അന്ധകാരത്തെ എടുത്തു മാറ്റി പ്രകാശമായി മാറാൻ, പ്രകാശമായ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ
പ്രിയപ്പെട്ടവരെ, വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ ഈ 2020 ഡിസംബർ 25 ക്രിസ്മസ് വ്യത്യസ്തമായ ഒരാഘോഷമായിട്ട് മാറും കേട്ടോ. വ്യത്യസ്തമായ ഒരു വലിയ ആനന്ദമായിട്ട് മാറും. കാരണം പ്രകാശം തന്നെയായ നിത്യപ്രകാശമായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, സമൂഹങ്ങളെ, പ്രിയപ്പെട്ടവരെ ഭരിക്കുവാൻ, ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. സഹോദരങ്ങളെ, അന്ധകാരത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷയുണ്ട്. അന്ധകാരത്തിന് ആധിപത്യത്തിൽ കഴിയുന്നവർക്ക് പ്രത്യാശയുണ്ട്. ഈ ക്രിസ്മസ് അതാ നമുക്ക് തരുന്ന സന്ദേശം. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള അന്ധകാരത്തിൻ്റെ കെട്ടുകൾ അഴിയണം. അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങൾ മാറണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ കാണുന്ന പ്രിയപ്പെട്ട മക്കളെ, കേൾക്കുന്നവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സംഭവിക്കുന്ന ഒരു സമയ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ നാമത്തിൽ. അങ്ങ് ലോകത്തെ മുഴുവനെ പ്രകാശിപ്പിക്കുന്ന നിത്യപ്രകാശമാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ കർത്താവേ. അങ്ങ് പ്രകാശം തന്നെയാണല്ലോ കർത്താവേ. അതാണല്ലോ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. യേശുവേ, അന്ധകാരത്തിൻ്റെ പിടിയിലമർന്ന് കഴിയുന്ന ഈ ലോകത്തിൻ്റെ അരൂപിയിൽ കഴിയുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഇതാ സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങയുടെ പ്രകാശം ദൈവമേ ഇപ്പോൾ അപ്രകാരമായിരിക്കുന്ന മകൻ്റെ, മകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ സകല സ്വാധീനങ്ങളും നിന്റെ പ്രകാശത്താൽ വിട്ടുമാറി ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സകല അന്ധകാരത്തിൻ്റെ കെട്ടുകളിപ്പോൾ നിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രകാശത്തിൻ്റെ അത്ഭുത അഭിഷേക ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ, ഞങ്ങളുടെ മനസ്സുകളിൽ നിറയട്ടെ. ഞങ്ങൾ പ്രകാശിക്കട്ടെ കർത്താവേ. ഈ ക്രിസ്മസ് പ്രകാശത്തിൻ്റെ വലിയ ഒരു സന്ദേശം പങ്കുവെക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രകാശമാനമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.